മിഡിൽ ഈസ്റ്റ് വ്യോമയാന മേഖല അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ റെക്കോർഡ് വളർച്ച നിരക്ക് കൈവരിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഏവിയേഷൻ ബിസിനസ് എംഇയും GE എയ്റോസ്പേസ് സംയുക്തമായി പുറത്തിറക്കിയ ലിഫ്റ്റിംഗ് എക്കണോമിക്സ് ദി ഇമ്പാക്ട് ഓഫ് ദി ഏവിയേഷൻ സെക്ടർ ഓൺ മിഡിൽ ഈസ്റ്റേൺ എക്കണോമിക്സ് എന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഈ വളർച്ച ലോകത്തിലെ മറ്റേത് മേഖലയെക്കാളും ഉയർന്നതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് മേഖലയുടെ സാമ്പത്തിക രംഗത്തും തൊഴിലവസരങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകളിൽ ഒന്ന് തൊഴിലവസരങ്ങളിൽ ഉണ്ടാകുന്ന 134% വർധനവാണ്. വ്യോമയാനവുമായി ബന്ധപ്പെട്ട മൊത്തം തൊഴിലവസരങ്ങളിൽ ഈ റെക്കോർഡ് വർധനവ് ലോകത്തിലെ ഏതൊരു മേഖലയിലെയും ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കായിരിക്കും. വൈവിധ്യമാർന്ന കഴിവുകളും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള ഒരു വലിയ തൊഴിലാളി സമൂഹത്തെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ ഇത് വഴിയൊരുക്കും. പൈലറ്റുമാർ, എയർ ട്രാഫിക് കൺട്രോളർമാർ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർമാർ, ഗ്രൗണ്ട് സ്റ്റാഫ്, വിനോദസഞ്ചാര മേഖലയിലെ ജീവനക്കാർ തുടങ്ങിയ നിരവധി തസ്തികകളിലാണ് ഒഴിവുകൾ സൃഷ്ടിക്കപ്പെടുക. ഈ വളർച്ച പ്രാദേശിക ജനങ്ങൾക്ക് ഉന്നത നിലവാരമുള്ള തൊഴിലുകൾ ഉറപ്പാക്കുകയും പ്രവാസി തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ വ്യോമയാന മേഖലയുടെ പങ്ക് 150%-ത്തിലധികം വർദ്ധിച്ച് $730 ബില്യൺ എത്തുമെന്നാണ് റിപ്പോർട്ട് പ്രവചിക്കുന്നത്. 2043 ഈ നേട്ടം കൈവരിക്കുന്നത് മേഖലയിലുടനീളം സാമ്പത്തിക വികസനത്തിന് ഒരു സുപ്രധാന ഉത്തേജകമായി വ്യവസായത്തിന്റെ പങ്ക് ഉറപ്പിക്കും. ഈ സാമ്പത്തിക സ്വാധീനം നേരിട്ടുള്ള വിമാനത്താവള എയർലൈൻ പ്രവർത്തനങ്ങൾ വഴിയും വ്യോമയാന മേഖലയെ ആശ്രയിക്കുന്ന ടൂറിസം, ചരക്ക് ഗതാഗതം തുടങ്ങിയ അനുബന്ധ വ്യവസായങ്ങൾ വഴിയും ഉണ്ടാകുന്നതാണ്. വ്യോമയാന മേഖല ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന അളവുകോലായി കണക്കാക്കപ്പെടുന്നു. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ നിക്ഷേപം ആകർഷിക്കപ്പെടുകയും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്നു. വിമാനത്താവളങ്ങൾ സാമ്പത്തിക കേന്ദ്രങ്ങളായി മാറുന്നതോടെ അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, ബിസിനസ് പാർക്കുകൾ, ഹോട്ടലുകൾ എന്നിവ വളർന്നു വരുന്നു. റിപ്പോർട്ട് പ്രകാരം 2043 മിഡിൽ ഈസ്റ്റിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയായി 530 മില്യൺ പേരായി ഉയരും. പ്രതിവർഷ ട്രാഫിക് വളർച്ചാ നിരക്ക് 3.9%. വർദ്ധിച്ചു വരുന്ന ഈ ട്രാഫിക് കൈകാര്യം ചെയ്യുന്നതിന് നിലവിലുള്ള വിമാനത്താവളങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർ ട്രാൻസിറ്റ് ഹബ്ബുകളാണ്. ദുബായ് വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നായി തുടരുന്നത് ഇതിന് തെളിവാണ്. ഈ റെക്കോർഡ് വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ വ്യോമയാന മേഖലയെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനുള്ള പ്രധാന ഉപാധിയായി കാണുന്നുണ്ട്. വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ, എയർലൈൻ വികസനം, അനുകൂലമായ നിയമവ്യവസ്ഥകൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. അതോടൊപ്പം യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, പസഫിക് മേഖലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗേറ്റ്വേ എന്ന നിലയിൽ മിഡിൽ ഈസ്റ്റിന്റെ സ്ഥാനം വളരെ നിർണായകമാണ്. ഈ തന്ത്രപരമായ സ്ഥാനം ദീർഘദൂര റൂട്ടുകളിലെ ട്രാൻസിറ്റ് ട്രാഫിക്കിന്റെ ഒരു പ്രധാന പങ്കിന് കാരണമാകുന്നുണ്ട്. മേഖലയിലെ ജനസംഖ്യാ വർധനവും വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയും കൂടാതെ സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങളിലെ വിനോദസഞ്ചാര ലക്ഷ്യസ്ഥാനങ്ങളും ഡിമാൻഡിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. റിപ്പോർട്ടിൽ സൗദി അറേബ്യയുടെ വളർച്ച പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 2016 മുതൽ 2023 വരെ രാജ്യത്ത് വ്യോമയാന മേഖലയിലെ തൊഴിലവസരങ്ങൾ 136% ഉയർന്ന് 1.4 മില്യണായി. ഇതേ കാലയളവിൽ രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ GDP സംഭാവന 150% വർദ്ധിച്ച് $91 ബില്യൺ സൗദി ഏവിയേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായി 2030 യാത്രക്കാരുടെ എണ്ണം 3 ഇരട്ടി വർദ്ധിച്ച് 330 മില്യണാക്കുക, 29 വിമാനത്താവളങ്ങളിൽ നിന്നും 250-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, ചരക്ക് ഗതാഗതം 5 ഇരട്ടിയായി 4.5 മില്യൺ ടണ്ണായി ഉയർത്തുക. ഇതിനായി $100 ബില്യൺ നിക്ഷേപ പിന്തുണയാണ് രാജ്യം നൽകുന്നത്. UAE വ്യോമയാന മേഖലയുടെ സാമ്പത്തിക സ്വാധീനം ലോക ശരാശരിയേക്കാൾ വളരെ ഉയർന്നതാണ്. രാജ്യത്തിന്റെ GDP-യിൽ 18.2% സംഭാവന ചെയ്യുന്ന ഈ മേഖല ലോക ശരാശരിയായ 3.9%-ത്തേക്കാൾ 5 ഇരട്ടി കൂടുതലാണ്. മിഡിൽ ഈസ്റ്റിലെ നേരിട്ടുള്ള തൊഴിലവസരങ്ങളിൽ ഏകദേശം 1/3 UAE-യിലാണ്. എമിറേറ്റ്സ്, എത്തിഹാദ് തുടങ്ങിയ മുൻനിര എയർലൈനുകളും ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളും ലോകോത്തര നിലവാരമുള്ള ലോജിസ്റ്റിക്സ് സൗകര്യങ്ങളും UAE-യുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഖത്തർ തങ്ങളുടെ 3ാമത്തെ നാഷണൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായി വ്യോമയാന മേഖലയെ പ്രധാന വളർച്ചാ വിഭാഗമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് മേഖലയെ ഒരു ഇ-കൊമേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഹബ്ബായി മാറ്റുകയാണ് ഖത്തറിന്റെ പ്രധാന ലക്ഷ്യം. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് പോലുള്ള ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ലക്ഷ്യത്തിന് പിന്തുണ നൽകുന്നുമുണ്ട്. വരും വർഷങ്ങളിൽ ഈ മേഖല സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും ഊന്നൽ നൽകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രവചനാധിഷ്ഠിത പരിപാലന സംവിധാനം,
പൈലറ്റുമാർക്ക് ഇന്ധന കാര്യക്ഷമത ഉറപ്പാക്കുന്ന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയിൽ വൻ നിക്ഷേപങ്ങൾ ഉണ്ടാകും. ഇത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും സഹായകമാകും. അതോടൊപ്പം സുസ്ഥിര വ്യോമയാന ഇന്ധന പദ്ധതികളിൽ UAEയും സൗദിയും ആഗോളതലത്തിൽ മുൻപന്തിയിലേക്ക് ഉയരും. പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രവർത്തനങ്ങളിലൂടെ വ്യോമയാനത്തിന്റെ കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കും. UAE, സൗദി, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ബഹിരാകാശ പദ്ധതികൾ വ്യോമ ഗണിക മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ രംഗത്തെ ഗവേഷണങ്ങളും സാങ്കേതിക വിദ്യകളും വാണിജ്യ വ്യോമയാന മേഖലയ്ക്ക് പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കും. ഈ വമ്പിച്ച വളർച്ചാ പ്രവണത മിഡിൽ ഈസ്റ്റിനെ ആഗോള വ്യോമയാന ഭൂപടത്തിലൊരു അനിഷേധ്യ ശക്തിയായി ഉറപ്പിക്കുകയും ലോക സാമ്പത്തിക രംഗത്ത് അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല.